പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഭൂമിക്ക് മുകളിൽ സ്വർഗത്തിൻ്റെ പ്രകാശമായി ചരിച്ചിരുന്ന ദൈവിക സാന്നിധ്യമായിരുന്നു ക്രിസ്തു. ആ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വലിയൊരു ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ആരും ഇങ്ങനെ ദീപം കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാറില്ല. നേരെ മറിച്ച് ആ ഭവനത്തിലേക്ക് കയറി വരുന്ന എല്ലാവർക്കും പ്രകാശം കിട്ടാൻ പറ്റുന്ന വിധത്തിൽ ദീപപീഠത്തിന്മേലത്രേ വയ്ക്കുക. ഒരാൾക്കെങ്കിലും വെട്ടം കൊടുക്കാനായോ ഇന്ന് എന്നൊന്ന് പ്രാർത്ഥനയോടെ ധ്യാനിച്ച് നോക്ക്. ഒരാൾക്കെങ്കിലും, ഒരൊറ്റൊരാൾക്കെങ്കിലും ക്രിസ്തുവെന്നുള്ള വെളിച്ചം കൊടുക്കാനായോ ഇല്ലയോ? സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കർത്താവ് ഉപ്പിനെ കുറിച്ച് പറയും. ഉപ്പ് ഉറകെട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിനെ ഉറ കൂട്ടും? നിന്നെക്കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ലടാ എന്നുള്ള പല്ലവികൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ അലയൊലികളായി എല്ലാ ദിവസവും ഉയർന്നു കേൾക്കുന്നുണ്ട്. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണല്ലോ. ഒന്നും ചെയ്യാത്തതല്ല പ്രശ്നം, ഒന്നും ചെയ്യാനായി ശ്രമിക്കാത്തതാ. ഒരു നന്മ പോലും, എത്ര കാര്യങ്ങൾ ജോലിയില്ലാത്ത സ്ഥലത്ത് പോലും മക്കൾക്ക് ചെയ്തു കൊടുക്കാനാവും. ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ടും ഇന്നുറങ്ങുന്നതിന് മുൻപ് ധ്യാനിച്ച് നോക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ധ്യാനിച്ച് നോക്കണം. എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയാൻ കാരണമായിട്ടുണ്ടോ എന്ന്. അതല്ലെങ്കിൽ എൻ്റെ പരുഷമായൊരു സംസാരം കൊണ്ട്, എൻ്റെ വേദനിപ്പിക്കുന്നൊരു പ്രവൃത്തി കൊണ്ട്, ഒരു അവഗണന കൊണ്ട് ഇന്ന് സങ്കടത്തോടുകൂടെ എൻ്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ മക്കളോ ജീവിത പങ്കാളിയോ ഉറക്കത്തിലേക്ക് പോകാൻ ഇടയാവുന്നുണ്ടോ എന്ന്. മദർ തെരേസ പറയുന്നത് പോലെ, സർ, ഐ ആം ഹെൽപ്പിംഗ് ഹിം ടു ഫൈൻഡ് ഹി സ്മൈൽ ബിഫോർ ഹി ഡൈസ്. ഇവൻ മരിക്കുന്നതിന് മുൻപ് ഇയാളുടെ ഇല്ലാതായിപ്പോയ പുഞ്ചിരിയെ തിരികെ കൊടുക്കാൻ ഞാൻ ഇയാളെ സഹായിക്കുക. ഓരോ കുടുംബത്തിലും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി തെളിയുന്ന വിധത്തിൽ ജീവിതത്തെ ഇങ്ങനെ ഉപ്പ് കണക്കെ അവരെ ഒന്ന് രുചി കൂട്ടുന്ന വിധത്തിൽ അവരുടെ കൂടെയായിരിക്കാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൻ്റെ ഇരുൾ നീക്കിക്കളയുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ ഇത്തിരി തിരിവെട്ടം കൊടുക്കുന്നൊരു മെഴുകുതിരിയാവാൻ പറ്റുമോ? മുത്തശ്ശി എന്ന് പറയുന്ന കവിത ഓർമ്മയുണ്ട്. ആ മുത്തശ്ശി മരിച്ചു പോയിട്ടും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മൂമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള സുഹൃതങ്ങളും നന്മകളും ഇങ്ങനെ ഉപ്പ് കണക്കെ അലിഞ്ഞു ചേർന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഈ കുടുംബത്തിൽ ഞാൻ ആരാണ്? ഉറകെട്ടുപോയ ഉപ്പാണോ? ഒന്നും ചെയ്യാതിരിക്കുന്ന ഉപ്പാണോ? ഒരു ഉപകാരവുമില്ലാതിരിക്കുന്നൊരു ജീവിതമാണോ? അതോ ഉപ്പ് കണക്കെ രുചി കൊടുക്കുന്ന, പ്രകാശം കൊടുക്കുന്ന, ദീപം കണക്കെയായിരിക്കുന്ന ജീവിതമാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കർത്താവെ, പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പരസ്പരം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പ്രകാശം കൊടുക്കുന്ന വിധത്തിൽ ജീവിക്കുന്നവരായി മാറാൻ. ഒരാൾ മറ്റൊരാൾക്ക് അയാളുടെ ജീവിതത്തിന് രുചി പകരുന്ന ഉപ്പ് കണക്കെയായിരിക്കാൻ. മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ കെട്ടുപോയ പുഞ്ചിരി ഒന്ന് തിരികെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, വലിയ സ്നേഹമായി കൂട്ടുനിൽക്കാനൊക്കെ അനുഗ്രഹിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കണമെന്നേ, ശരിക്കും ഒന്ന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉറകെട്ടുപോയ ജീവിതങ്ങളല്ല, ഉപ്പ് കണക്കിയ പരസ്പരം രുചി പകരുന്ന ജീവിതങ്ങൾ. ദീപപീഠത്തിന് മുകളിൽ കത്തിച്ചു വെച്ച ദീപനാളം കണക്ക് കയറി വരുന്ന ഓരോരുത്തർക്കും സന്തോഷം കൊടുക്കുന്ന, ചൂട് കൊടുക്കുന്ന, പ്രകാശം കൊടുക്കുന്ന മനുഷ്യരായി തീരാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പരസ്പരം പ്രാർത്ഥിക്കുക. കുടുംബത്തിലൊരാൾ മറ്റൊരാളുടെ ദീപമാകുമെങ്കിൽ, കുടുംബത്തിലൊരാൾ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ രുചി കൊടുക്കുന്ന ഘടകമാകുമെങ്കിൽ ഉറപ്പായിട്ടും പുറത്തവർ ക്രിസ്തു സ്നേഹത്തിൻ്റെയും സ്വർഗീയ പ്രകാശത്തിൻ്റെയും സാക്ഷികളായി മാറുമെന്നുള്ളതിൽ സംശയം വേണ്ടല്ലോ. അതുകൊണ്ട് ഈ കുടുംബം ഇന്നൊരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, കരിന്തിരി കത്തുന്ന ജീവിതങ്ങളാക്കരുതേ ഞങ്ങളുടെ. നേരെ മറിച്ച് പരസ്പരം പ്രകാശം കൊടുക്കുന്ന വിധത്തിൽ വെട്ടമുള്ള ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. പരസ്പരം രുചി കൊടുക്കുന്ന, പരസ്പരം കയ്പ് കൊടുക്കുന്ന മനുഷ്യരാക്കാതെ പരസ്പരം രുചി കൊടുക്കുന്ന ഉപ്പ് കണക്കിയുള്ള ജീവിതങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. അങ്ങയുടെ ആഗ്രഹം കണക്ക്
ഇങ്ങനെ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും പരസ്പരം സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് നാളെ രാവിലെ മുതൽ ഇതുപോലൊന്ന് ജീവിക്കുക. ഇത്രയും കാലം ജീവിച്ച ജീവിതമല്ല എന്ന്. ഈ ഒരു രാത്രി മുഴുവൻ സ്വപ്നം കണ്ട് കിടക്കുക, ഈ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കുക. നാളെ മുതൽ വെട്ടം കൊടുക്കുന്ന, രുചി കൊടുക്കുന്ന മനുഷ്യരായി പരസ്പരം ചേർത്ത് പിടിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ സ്നേഹം കൊണ്ട്, വലിയ ആശീർവാദം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പടരണമേ കർത്താവേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി കൂട്ടിന്മേലായിരിക്കാം പ്രാർത്ഥനയോടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ബലപ്പെടുത്താനാവുമല്ലോ, നമുക്ക് പരസ്പരം ചേർത്ത് പിടിച്ച് കരുത്തു കൊടുക്കാനാവുമല്ലോ. ഒരാളുടെ കൂടെ ഇരുന്ന് അയാളോടൊരു വാക്കുകൊണ്ട് അയാളുടെ മുന്നോട്ടുള്ള വഴികൾക്ക് വെട്ടം കൊടുക്കാനാവുമല്ലോ. എന്നെക്കൊണ്ട് കൊള്ളില്ല എന്നുള്ള ചിന്തയിന്മേൽ അയാളുടെ ജീവിതം ഒരുപാട് പേർക്ക് അനുഗ്രഹമാണെന്ന് ഓർമ്മപ്പെടുത്താനാവുമല്ലോ. കുടുംബത്തിലല്ലാതെ വേറെ എവിടെയാണിത് നടക്കുക? ഈ രാത്രി അതിനുള്ളതാവട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.